നമസ്കാരം. കോർണർ ഫോർ കൊമേഴ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് 3 കാര്യങ്ങൾ ചേരുന്നതാണ്. ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്. ഇതിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്തതായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്താണ് ഇതിനകത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടാണ്. നമ്മൾ മുൻവർഷം 1-ാം വർഷം ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പഠിപ്പിച്ചപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതൊക്കെയാണ് അതിനകത്ത് ഫൈനൽ അക്കൗണ്ടായിട്ട് പഠിച്ചത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലക്ഷ്യം ആ സ്ഥാപനത്തിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ സ്ഥാപനം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അവരുടെ ലാഭമോ നഷ്ടം കണ്ടുപിടിക്കുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ്. എന്നാൽ ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് ഇല്ല, ലോസ് ഇല്ല, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി അല്ല ലോസും ഉണ്ടാകാനതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈ സ്ഥാപനം നടത്തുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സർവീസിന് വേണ്ടിയാണ്. എങ്കിൽ പോലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പ്രവർത്തന മിച്ചം ഉണ്ടാവാറുണ്ട്. ഒരു ലാഭം എന്നൊക്കെ പറയാൻ വേണം. പക്ഷെ ലാഭമൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം ലാഭത്തിന് വേണ്ടിയല്ല ഈ സ്ഥാപനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ സർപ്ലസ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ പ്രവർത്തന മിച്ചത്തെ നമ്മൾ വിളിക്കുന്നത് ഒരു സർപ്ലസ് എന്നാണ്. ട്രേഡിംഗ് ഓർഗനൈസേഷൻസിന് ചിലപ്പോൾ നഷ്ടമുണ്ടാവാം, ലോസ് ഉണ്ടാവാം. ഇവിടെ അതിനെ ലോസ് ഒന്നും വിളിക്കാൻ നിർവാഹമില്ല. ഇവിടെ അതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു ഡെഫിസിറ്റ് എന്നാണ്. അപ്പോൾ ഈ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ in order to find out the surplus or deficit for a particular financial year. It records the incomes and expenditure for the period. ആ വർഷത്തെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡിലെ ഇൻകംസും എക്സ്പെൻഡിച്ചറുമാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ലോസുകളും ഗെയിനുകളും ആകാം, ഒക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ പറയാം. ഇത് ഫൈനൽ ഇതിൻ്റെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫോർ എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഇറ്റ് റെക്കോർഡ്സ് all expenditures and losses, all incomes and gains of that particular organization. And the balancing figure or the resultant figure is surplus or deficit. ഇതാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാൻ സാധിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ, ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണ്. അതിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡിംഗ് രീതിയിൽ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തതായിട്ട് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം, ഇംഗ്ലീഷ് അപ്രോച്ച് പ്രകാരമുള്ളതാണ്. എക്സ്പെൻസുകൾ, ലോസുകൾ, ഇൻകംസ്, ഗെയിൻസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഈ 4 കാര്യങ്ങളാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും ലോസുകളും റെക്കോർഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ഗെയിൻസും റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് റൂൾ അനുസരിച്ചാണ്. നോമിനൽ അക്കൗണ്ട് റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ ഇംഗ്ലീഷ് അപ്രോച്ച് പ്രകാരമുള്ള റൂൾ. അപ്പോൾ അത് പ്രകാരമാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നോമിനൽ അക്കൗണ്ടാണ്. ഇറ്റ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഓഫ് ദ ബിസിനസ്, ഓർ ബിസിനസ് എന്ന് പറഞ്ഞുകൂടാ, ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ ദ പർട്ടിക്കുലർ പീരീഡ്, ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഫോർ ദ പീരീഡ്. അടുത്ത പ്രത്യേകത, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും ഒക്കെ.
റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ അങ്ങനത്തെ വേറെ തിരിവൊന്നുമില്ലായിരുന്നു. അവിടെ റെസീറ്റ്സിൽ പേയ്മെന്റ്സിൽ എല്ലാ റവന്യൂ ഐറ്റംസിനെയും എല്ലാ ക്യാപിറ്റൽ ഐറ്റംസിനെയും എടുക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കുള്ളൂ. റവന്യൂ മീൻസ് റെക്കറിങ് ഐറ്റംസ്, അതായത് എക്സ്പെൻസുകളും ലോസുകളും ഇൻകംസ് ഒക്കെയാണ് റവന്യൂ ഐറ്റംസ് ആയിട്ട് വരുന്നത്. ആവർത്തന സ്വഭാവമുള്ളതാണ്. അസറ്റുകളും ലയബിലിറ്റികളുമായി ബന്ധപ്പെട്ട യാതൊരു ട്രാൻസാക്ഷൻസും നമ്മളിവിടെ എടുക്കുന്നില്ല. റവന്യൂ ഐറ്റംസ് മാത്രമാണ് എടുക്കുന്നത്. കറന്റ് ഇയർ ഐറ്റംസ് ഓൺലി. അടുത്ത പ്രത്യേകത അതാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ ആ വർഷത്തേതായ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമേ റെക്കോർഡ്. ഇപ്പോൾ സാലറി, ഈ വർഷം 50,000 രൂപ സാലറി കൊടുത്തു കഴിഞ്ഞു, അതെടുക്കും. ഈ വർഷത്തേതായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പോലും അതും എടുക്കും. ഔട്ട്സ്റ്റാൻഡിങ്ങിനകത്ത് എടുക്കും. പക്ഷേ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അങ്ങനെയല്ലായിരുന്നു. കൊടുത്തത് അല്ലെങ്കിൽ കിട്ടിയത്, അത് ഏത് വർഷത്തെ ആയാലും കുഴപ്പമില്ല. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഓർ ദ ഐറ്റംസ് ഓഫ് എനി ഇയർ, മേ ബി പ്രീവിയസ് ഇയർ, മേ ബി കറണ്ട് ഇയർ ഓർ സക്സീഡിങ് ഇയർ. കഴിഞ്ഞ വർഷത്തേതോ ഈ വരുന്ന നടപ്പ് വർഷത്തേതോ വരാൻ പോകുന്ന വർഷത്തേതോ ഏത് വേണമെങ്കിലും അവിടെ എഴുതാമായിരുന്നു. കാരണം അത് റെസീറ്റ് ആവണം, പേയ്മെന്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വർഷമായിരിക്കണം കിട്ടിയത്, ആ വർഷമായിരിക്കും കൊടുത്തത്, അത് ഏത് വർഷത്തെ ആയിക്കോട്ടെ, അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കറണ്ട് ഇയറിലെ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്തു. എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും ഈ വർഷത്തേത് മാത്രം, ആ നടപ്പ് വർഷത്തേത് മാത്രം. അത് കൊടുത്താലും കിട്ടിയാലും കൊടുത്തില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും അത് എഴുതും. അത് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങുകളും അക്രൂഡുകളും ഒക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളെയും അക്രൂഡ് ഇൻകംസിനെയും ഒക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കറന്റ് ഇയർ ഐറ്റംസ് ഓൺലി, അതാണ് ഇതിനകത്ത് പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റെക്കോർഡ്. അതാണ് നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റുകളായ ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ, പിന്നെ അക്രൂഡുകൾ, പിന്നെ അതുപോലെ തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസിലൊക്കെ പ്രീപെയ്ഡുകൾ എല്ലാം നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അത് അടുത്ത പ്രത്യേകത. ഇറ്റ് റെക്കോർഡ്സ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകംസ്, അൺഏൺഡ് ഇൻകംസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര. ഓൾ പ്രൊവിഷൻസ് ആർ മെയ്ഡ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എക്സെട്ര. ഇതെല്ലാം ഇവിടെ നടത്താറുണ്ട്. പിന്നെ ബാഡ് ഡെറ്റ്സ് ഒന്നും നമുക്ക് സാധാരണ രീതിയിലൊരു ചാരിറ്റി സ്ഥാപനങ്ങൾ വരാറില്ല, എന്നാലും വരുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ പോലുള്ള പ്രൊവിഷൻ എപ്പോഴും നമ്മളിവിടെ ചെയ്യാറുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ സർപ്ലസ് ആണ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ് എന്നോ ലോസ് എന്നോ വിളിക്കാറില്ല. അവരുടെ പ്രവർത്തന മിച്ചത്തെ വിളിക്കുന്ന പേര് സർപ്ലസ് എന്നോ ഡെഫിസിറ്റ് എന്നോ ആണ്. അപ്പോൾ ദ ബാലൻസിങ് ഫിഗർ ഓഫ് എ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ the balancing figure of an income and expenditure account is surplus or deficit. അടുത്തായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് 2ാം വർഷ കൊമേഴ്സിന്റെ ക്വസ്റ്റ്യനായി ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതിനുള്ള ക്വസ്റ്റ്യനായി കിട്ടാൻ പോകുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടാണ്. ആ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആയിട്ടായിരിക്കും തരുന്നത്. ആ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റെസീറ്റ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്സും ആണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സൈഡ് തിരിയുന്നു. ഇതിനകത്തിൽ എക്സ്പെൻസുകൾ എഴുതുന്നത് ഡെബിറ്റ് സൈഡിലാണ്, ഇൻകംസ് എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്നുള്ള ഐറ്റംസിനെ, അതായത് റെസീറ്റ് സൈഡിൽ നിന്നുള്ള ഐറ്റംസിനെ, അത് ഇൻകംസ് ഉണ്ടാകണം. ആ ഐറ്റംസിനെ നമ്മൾ എടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈഡാണ് മാറുന്നത്. സൈഡ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എല്ലാം എടുക്കത്തില്ല. അതിന് ഏതൊക്കെ എടുക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. എല്ലാം മാറ്റുന്നില്ല. ഇതുപോലെ തന്നെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റും. അതാണ് ആദ്യത്തെ സൈഡ് ചേഞ്ച് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞാണ്. ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ആയിരിക്കും. ക്ലോസിംഗ് ബാലൻസ് ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ആയിരിക്കും. അത് രണ്ടും നമുക്ക് വേണ്ട, അത് രണ്ടും വിട്ടേക്കണം. അതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോൾ ഒമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ്. അതാണ് രണ്ടാമത്തെ, ഒമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ്. മൂന്നാമത്തേത്
ഇൻക്ലൂഡ് ദ ഐറ്റംസ് ഓഫ് കറന്റ് ഇയർ ഓൺലി ആൻഡ് ദ റവന്യൂ ഐറ്റംസ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇൻക്ലൂഡ് ദ റവന്യൂ ഐറ്റംസ് ഓഫ് കറന്റ് ഇയർ ഓൺലി. കറന്റ് ഇയറിലെ റവന്യൂ ഐറ്റംസിനെ മാത്രം എടുക്കുക. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കറന്റ് ഇയറിലേത് മാത്രമേ എടുക്കാവൂ, പ്രീവിയസ് ഇയറിലേതോ സക്സീഡിങ് ഇയറിലേതോ ഒരു കാര്യം എടുക്കാൻ പാടില്ല, അത് ഈ വർഷം കിട്ടിയതാണെങ്കിൽ പോലും. കൂടാതെ റവന്യൂ ഐറ്റംസ് മാത്രമേ എടുക്കാവൂ. എക്സ്ക്ലൂഡ് ഓൾ ക്യാപിറ്റൽ ഐറ്റംസ്, ഓൺലി ഇൻക്ലൂഡ് ദ റവന്യൂ ഐറ്റംസ്. റെക്കറിംഗ് നേച്ചുറൽ ഐറ്റംസ് മാത്രം, റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവൂ. ഒരു റവന്യൂ ക്യാപിറ്റൽ ഐറ്റംസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ പ്രീവിയസ് ഇയറിലെയോ സക്സീഡിങ് ഇയറിലെയോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കില്ല. കറന്റ് ഇയർ ഐറ്റംസ് മാത്രമേ എടുക്കാവൂ. ചിലപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊക്കെ പല വർഷങ്ങളിലേതായിട്ട് കിട്ടിയതായിട്ട് പറയുന്നുണ്ടാവും. ഇപ്പോൾ ഇത് 2020 ഈ വർഷത്തെ തയ്യാറാക്കുമ്പോൾ 2019 സബ്സ്ക്രിപ്ഷൻ കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഈ വർഷം തന്നെ, കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ളത് ഈ വർഷം കിട്ടി. 2020 കിട്ടിയതായും പറഞ്ഞിട്ടുണ്ടാവും. 2021 തരേണ്ടത് ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയി തന്നായിട്ടും ക്വസ്റ്റൻ ഇത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുമ്പോൾ 2019 എടുക്കില്ല, 2021 എടുക്കില്ല, 20 കറണ്ട് ഇയർ ഇത് 20 ആയതുകൊണ്ട് 20 മാത്രമേ എടുക്കൂ. അതാണ് ഐറ്റംസ് ഓഫ് ഇൻക്ലൂഡ് ഐറ്റംസ് ഓഫ് റവന്യൂ ഐറ്റംസ്, റവന്യൂ നേച്ചർ ഓൺലി ആൻഡ് കറണ്ട് ഇയർ ഓൺലി എന്ന് പറഞ്ഞു. മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് മുമ്പേ പറഞ്ഞതാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തണം. ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ അക്രൂഡുകളെല്ലാം നടത്തണം. അതുപോലെ പ്രൊവൈഡ് ഫോർ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്സ് എക്സെട്ര എല്ലാ പ്രൊവിഷൻസും നടത്തേണ്ടതായിട്ട് വരും. അവസാനം ബാലൻസ് ചെയ്യുക, അക്കൗണ്ടിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാത്ത ചില പ്രത്യേക ഐറ്റംസ് ഉണ്ട്, ചില പെക്യുലർ ഐറ്റംസ്. ചില ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ഇവ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണോ വേണ്ട എന്നൊക്കെ സംശയം തോന്നും. എടുക്കേണ്ടതുകൊണ്ട് ചിലതിനെ ഒഴിവാക്കേണ്ടതുണ്ട്. അത്തരം ചില ഐറ്റംസിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. അത് റെക്കറിംഗ് ആണ്, റവന്യൂ ഐറ്റമാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ആവർത്തന സ്വഭാവത്തോടുകൂടി കിട്ടുന്നതാണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആവർത്തന സ്വഭാവമുള്ള റെക്കറിംഗ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുള്ളൂ, റവന്യൂ ഐറ്റംസ് എടുക്കുള്ളൂ. സബ്സ്ക്രിപ്ഷൻ റെക്കറിംഗ് ആണ്, അതുകൊണ്ട് റവന്യൂ ഐറ്റമാണ്. നമുക്കിതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ റവന്യൂ ആണ് എടുക്കാൻ പറ്റും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാം. അടുത്തതായിട്ട് ഡൊണേഷനാണ്. ഡൊണേഷൻസ് രണ്ട് തരത്തിലാവാം. സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻസ് ആവാം, ജനറൽ പർപ്പസ് ഡൊണേഷൻസ് ആവാം. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്, അത് അവിടെ പർപ്പസ് ഉണ്ട്, ക്ലിയർ ആണ്, സ്പെസിഫിക് ആണ്. ഡൊണേഷൻ ഈസ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ഫണ്ട്, അത് സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ഇൻകം, ദാറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അതിനെ അതിൻ്റെ ഫണ്ടിനോടൊപ്പം കൂട്ടിയിട്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അതായത് ഫണ്ടിനോടൊപ്പം കൂട്ടുന്നു, അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്, ലയബിലിറ്റി സൈഡിൽ. അത് ഇവിടെ നമ്മൾ എടുക്കുന്നില്ല, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നില്ല. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റവന്യൂ ഐറ്റംസ് എടുക്കുള്ളൂ. അത് ഒന്നാമത് നമ്മൾ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ. പിന്നെ അതിൽ ഡൊണേഷൻ, അതിൽ സ്പെസിഫിക് ഐറ്റംസ് ആയതുകൊണ്ട് സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻസിനെ നമ്മൾ ഇവിടെ എടുക്കില്ല, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ എടുക്കുള്ളൂ, ഇവിടെ എടുക്കത്തില്ല. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലാണ് എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നില്ല. അടുത്തായിട്ട് ജനറൽ ഡൊണേഷൻസ് ആണ്, ജനറൽ പർപ്പസ് ഡൊണേഷൻസ് ആണ്. ജനറൽ പർപ്പസ് ഡൊണേഷൻസിനെ നമ്മൾ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് എല്ലാ വർഷത്തെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. കാരണം അത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷൻസ് ആണ്. അതിനെ നമുക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. റവന്യൂ ആണ്, അത് റെക്കറിംഗ് ആണ്, അതുകൊണ്ട് അത് റവന്യൂ ആണ്, റവന്യൂ ആയിട്ട് എടുക്കാം. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാം. ഇതേപോലെയാണ് ഈ ഡൊണേഷൻ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് ഗ്രാൻറ്റുകൾ കിട്ടാറുണ്ട്. സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഗ്രാൻറ്റുകൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ ബോഡീസിൽ നിന്നും കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഗ്രാൻറ്റുകളും സ്പെസിഫിക് ഗ്രാൻറ്റുകൾ ഉണ്ടാവാം, ജനറൽ പർപ്പസ് ഗ്രാൻറ്റുകൾ ഉണ്ടാവാം, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ലൈബ്രറി ആണെങ്കിൽ അവിടത്തേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു TV മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ പർപ്പസിന് വേണ്ടി, പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെയാണ്, അത് റെക്കറിംഗ് അല്ല, നോൺ റെക്കറിംഗ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ
സ്പെസിഫിക് പർപ്പസ് ആയിരുന്നു ബാലൻസ് ഷീറ്റിൽ എടുക്കുന്നത്. ലയബിലിറ്റി സൈഡിൽ ആ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജനറൽ പർപ്പസ് ഡൊണേഷൻസ്, ജനറൽ പർപ്പസ് ഗ്രാൻറ്റുകൾ ജനറൽ പർപ്പസ് ഡൊണേഷൻ പോലെ തന്നെയാണ്. അത് ആവർത്തന സ്വഭാവമുണ്ട്, എല്ലാ വർഷവും കിട്ടും. അത് റവന്യൂ ആണ്, നമുക്ക് അതിനെ എടുക്കാം, അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ സബ്സ്ക്രിപ്ഷനുകൾ എടുക്കും, റവന്യൂ ആണ്. ഡൊണേഷൻ തന്നെ ജനറൽ പർപ്പസ് എടുക്കും, ഗ്രാൻഡ് ജനറൽ പർപ്പസ് ഗ്രാൻറ്റുകൾ എടുക്കും. ഇതെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കണക്കാക്കാം. അടുത്തത് എൻട്രൻസ് ഫീസാണ്, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് എന്നൊക്കെ വിളിക്കും. മെമ്പർഷിപ്പ് ഫീസ്, അഡ്മിഷൻ ഫീസും എൻട്രൻസ് ഫീസ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക. ഇതിനെ കുറിച്ച് ഇത് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് വേർതിരിക്കുന്നതിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇതിനെ ക്യാപിറ്റലായിട്ടും എടുക്കാവുന്നതാണ് ഒരു വിഭാഗം പറയുന്നത്, റവന്യൂ ആയിട്ട് എടുക്കാവുന്ന ഒരു വിഭാഗം പറയുന്നത്. ക്യാപിറ്റലായിട്ട് എടുക്കാമെന്ന് പറയാൻ കാരണം മെമ്പർഷിപ്പ് ഫീസ് അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ് ഒരു മെമ്പറിൽ നിന്ന് വാങ്ങുന്നത് ഒരിക്കൽ മാത്രമാണ്, അതിനെ ആവർത്തിക്കില്ല. ഒരു മെമ്പറും രണ്ടാമതൊരിക്കൽ മെമ്പർഷിപ്പ് ഫീസ് അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് ആവർത്തന സ്വഭാവമില്ല. അക്കാരണത്താൽ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ എൻട്രൻസ് ഫീസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. വി ക്യാൻ എക്സ്ക്ലൂഡ് എൻട്രൻസ് ഫീസ് ഫ്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബട്ട് ദർ ഇസ് അനദർ ആർഗ്യുമെന്റ്, മറ്റൊരു വാദം കൂടിയുണ്ട്. എൻട്രൻസ് ഫീസ് ഒരാളൊരു തവണ മാത്രമേ കൊടുക്കുന്നുള്ളൂ, എന്നാൽ ഒരു സ്ഥാപനത്തിൽ എല്ലാ വർഷവും പുതിയ പുതിയ മെമ്പർമാർ വരുന്നുണ്ട്, അവരൊക്കെ എൻട്രൻസ് ഫീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരാളിൽ നിന്നൊരു തവണയെ കിട്ടുന്നുള്ളെങ്കിൽ പോലും ഈ സ്ഥാപനത്തിന് എല്ലാ വർഷവും എൻട്രൻസ് ഫീസ് എന്ന് പറയുന്ന ഒരു ഇൻകം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് റെക്കറിംഗ് അല്ലേ? റെക്കറിംഗ് ആണെങ്കിൽ റവന്യൂ അല്ലേ? അപ്പോൾ എടുത്തുകൂടെ? ആ വാദം വെച്ചുകൊണ്ട് നമുക്ക് എൻട്രൻസ് ഫീസിനെ വേണമെങ്കിൽ ഇൻകമായിട്ടും കണക്കാക്കാം. അപ്പോൾ എൻട്രൻസ് ഫീസ് ഇതൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് കിട്ടുമ്പോൾ അതിനെ നമുക്ക് ഉചിതമായ രൂപത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. ക്വസ്റ്റിനകത്തിൽ പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് അതിനെ ഇൻകമായിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റമായിട്ടോ ട്രീറ്റ് ചെയ്യാം. ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ കാണിക്കണം. ക്യാപിറ്റൽ നേച്ചറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്താൽ മതിയാവും. എന്താണോ ചെയ്യുന്നത്, നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം എന്ന് ഫുഡ് നോട്ടായി നമ്മൾ എഴുതേണ്ടി വരും. അതല്ല ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇറ്റ് ഈസ് എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എന്ന് ക്യാപിറ്റൽ ഐറ്റം എന്ന് എഴുതേണ്ടി വരും. ഇങ്ങനെ ഫുഡ് നോട്ട് എഴുതിക്കൊണ്ട് നമുക്ക് അതിനെ പരിഹരിക്കാം. പക്ഷെ പലപ്പോഴും ക്വസ്റ്റിനകത്ത് വ്യക്തമായ നിർദ്ദേശം ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഉണ്ടാവും. ചിലപ്പോൾ പറയും 40% ഓഫ് എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 40% ഇൻകം ആയിട്ട് എടുക്കാം, ബാക്കി 60% ക്യാപിറ്റലായിട്ട് കണക്കാക്കി ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ചിലപ്പോൾ പറയും 1/4 ഓഫ് എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ 1/4 ക്യാപിറ്റലായിട്ട് എടുക്കണം, ബാക്കി 3/4 ഇൻകം ആയിട്ട് എടുക്കണം, അങ്ങനെയും എടുക്കാം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റിനകത്തിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ട്രീറ്റ് ചെയ്യുക. ഒന്നും പറയുന്നില്ല, ഈ ക്വസ്റ്റ്യൻ ഈസ് സൈലന്റ് അബൌട്ട് ദ എൻട്രൻസ് ഫീസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൻട്രൻസ് ഫീസിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ ഫുഡ് നോട്ട് അപ്പൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് ഫീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അടുത്ത ലെഗസിയാണ്. ലെഗസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് റിസീവ്ഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദ വിൽ ഓഫ് എ സർട്ടൻ ഡിസീസ്ഡ് പേഴ്സൺ. മരണപ്പെട്ട ഒരാളിൻ്റെ വിൽപത്ര പ്രകാരം, അയാളുടെ അന്ത്യാഭിലാഷം പോലെ അയാൾ എഴുതി വെക്കുന്ന അയാളുടെ മരണശാസനം എന്നാണ് അതിനെ മലയാളം പറയുന്നത്. ആ വിൽപത്ര പ്രകാരം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് ലെഗസി എന്ന് പറയുന്നത്. ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതും ക്യാപിറ്റലായിട്ട് എടുക്കാം, റവന്യൂ എടുക്കാം. കാരണം ഒരിക്കൽ ലെഗസി കിട്ടിയാൽ നമ്മൾ അടുത്ത വർഷം കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എന്നെ ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ലെഗസി നല്ല മനുഷ്യരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അവർ തീർച്ചയായും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മരണശേഷം ഏതെങ്കിലും സ്ഥാപനം എഴുതി വെക്കാം. അതുകൊണ്ട് എല്ലാ വർഷവും കിട്ടുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ അത് റെക്കറിംഗ് ആണെന്ന് പറയാം. അപ്പോൾ അത് ലെഗസിയെ നമുക്ക് ക്യാപിറ്റൽ ഐറ്റമായിട്ടോ റവന്യൂ ആയിട്ടോ എടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മളത് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് എ നെഗ്ലിജിബിൾ എമൗണ്ട്, നോമിനൽ എമൗണ്ട്, ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ that is treated as income and taken into the income and expenditure. ചെറിയ എമൗണ്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻകം ആയിട്ട് കണക്കാക്കി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. അതല്ല, ഇഫ് ഇറ്റ് ഈസ് എ ബിഗ് എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ആൻഡ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ എമൗണ്ടിനെ ക്യാപിറ്റലായിട്ട് കണക്കാക്കി ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനൊപ്പം ആഡ് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ നെഗ്ലിജിബിൾ എമൗണ്ട്, ഇഫ് ഇറ്റ് ഈസ് എ സ്മാൾ എമൗണ്ട് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം. അപ്പോൾ അതാണ് ലെഗസിയെ കുറിച്ച് പറയുന്നത്. അടുത്തത് ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്.
ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ആജീവനാന്ത അംഗത്വ ഫീസാണ്. ഒരു ആള് അംഗമാകുമ്പോൾ അയാളുടെ അത് ചിലപ്പോൾ പലപ്പോഴും വളരെ അപൂർവമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവർക്കൊരു വലിയ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അവിടേക്ക് ആജീവനാന്ത അംഗത്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒരാൾ കൊടുത്താൽ അതിൽ പറയുന്ന പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് കൊടുക്കുന്ന ആളിന് ആജീവനാന്ത അംഗത്വം കൊടുക്കും. പിന്നെ അവർ യാതൊരു സബ്സ്ക്രിപ്ഷനോ അത്തരം റെഗുലർ ആയിട്ടുള്ള യാതൊരു പേയ്മെൻറ്റുകളോ കൊടുക്കണ്ട. അംഗത്വ ഫീസും അവരുടെ അത്രയും കാലത്തെ എത്ര കാലം ജീവിച്ചിരിക്കുന്ന അത്രയും കാലത്തെയും അവരുടെ എമൗണ്ട് എല്ലാത്തരം എമൗണ്ടുകളും അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ അതൊരിക്കലേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, വൺ ടൈമാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിനെ നമ്മൾ ഇൻകമായി ട്രീറ്റ് ചെയ്യാറില്ല. ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ആൻഡ് ദാറ്റ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അത് ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. പഴയ അസറ്റുകൾ വിറ്റാൽ, പഴയ അസറ്റുകൾ വിൽക്കുമ്പോൾ അത് ക്യാപിറ്റലാണ്, അവർ തർക്കമൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അസറ്റുകളും ലൈബിലിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെസിറ്റുകളും പേയ്മെൻറ്റുകളും ക്യാപിറ്റലാണ്. ഇത് അസറ്റുകൾ വിറ്റാൽ കിട്ടുന്ന പൈസ ക്യാപിറ്റൽ ഐറ്റമാണ്. അതുകൊണ്ട് അത് ആ അസറ്റിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അത് ഇൻകമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അത് വിറ്റ അത്രയും അസറ്റ് അങ്ങ് പോയി. ഇപ്പോൾ അസറ്റ് അക്കൗണ്ടിനാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് നമുക്ക് ഇൻകമായി കണക്കാക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, അത് ദാറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഓൾഡ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, അതുപോലെ സെയിൽ ഓഫ് ഗ്രാസ്. നമ്മുടെ ക്ലബ്ബുകളൊക്കെ, സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ആണെങ്കിൽ അവർക്ക് മൈതാനങ്ങളുണ്ടാവാം, അവിടെ വളർത്തുന്ന പുല്ല് വെട്ടിയൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ അത് സെയിൽ ഓഫ് ഗ്രാസ്. അങ്ങനെയുള്ള ചില ഇൻകംസ് ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ലോക്കർ റെന്റ്, ഇത്തരം ഇൻകംസ് റെഗുലറായിട്ടുണ്ടാകുന്നതാണ്. അതൊക്കെ റവന്യൂ ആണ്. അത്തരം ഇൻകംസ് ഒക്കെ തന്നെ റവന്യൂ ഐറ്റംസ് ആണ്. അവരുടെ അതുപോലെ തന്നെ ടൂർണമെൻറ്റിനകത്തുനിന്നുണ്ടാകുന്ന ഇൻകംസ്, ഇതൊക്കെ റെഗുലറായി ഉണ്ടാകാവുന്നതാണ്. സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ വിറ്റിട്ടുണ്ടാകാവുന്ന ഇൻകംസ്, അത്തരം ഇൻകംസ് ഒക്കെ തന്നെയും സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് പീരിയോഡിക്കൽ, സെയിൽ ഓഫ് ഗ്രാസ്, ഇങ്ങനെയുള്ള ഇത്തരം എക്സ്പെൻഡിച്ചറുകളൊക്കെ തന്നെയും റെഗുലറാണ്, റവന്യൂ ആണ്, റെക്കറിംഗ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ എടുക്കാം. അടുത്ത എക്സ്പെൻഡിച്ചർ ഓഫ് സ്റ്റോക്ക് ഐറ്റംസ്. സ്റ്റേഷനറി പോലെയുള്ള സ്റ്റോക്ക് ഐറ്റംസിൻ്റെ എക്സ്പെൻഡിച്ചർ. അതിനകത്തിലെ കുറച്ച് പണം സ്റ്റേഷനറിക്ക് വേണ്ടി മുടക്കിയെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ആവശ്യത്തെ എക്സ്പെൻഡിച്ചർ ആവില്ല. കാരണം അതിനകത്ത് ചിലപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാകും. അത് ഈ വർഷം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു 10,000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു, എന്നാൽ 3,000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ യഥാർത്ഥം നമ്മൾ 3,000 രൂപയുടെ ഉപയോഗിച്ചിട്ടില്ല. ഈ വർഷം 7,000 ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് ബാക്കി 7,000 എഴുതാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഓപ്പണിംഗ് ഡേയിൽ കുറച്ച് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വർഷം ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് ഈ വർഷത്തെ ചെലവിലേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ടെങ്കിൽ അത് അതിനോടൊപ്പം വേണം നമ്മുടെ പർച്ചേസസ് കൂട്ടാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറിയോടൊപ്പം ഈ വർഷം നമ്മൾ പർച്ചേസ് ഓഫ് സ്റ്റേഷനറി എത്രയുണ്ടോ അത് കൂട്ടുന്നു. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കുറച്ചിട്ട് ബാക്കി എത്ര ഈ വർഷത്തേക്ക് വേണ്ടി നെറ്റ് എത്ര ചെലവായി എന്നുള്ളത് കണക്കാക്കിയിട്ട് അതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിലേക്ക് എക്സ്പെൻസ് ആയിട്ട് എഴുതും. ഇങ്ങനെയാണ് ഇത്രയും ചില പ്രത്യേക ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇതുപോലെയാണ്. ടി ഫോമിലാണ് തയ്യാറാക്കുന്നത്. ഹെഡിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് ഏതാണ് വർഷത്തെ എന്നുള്ള എഴുതണം. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറുകൾ എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് എഴുതുന്നു. നോമിനൽ അക്കൗണ്ടാണ്. എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകംസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും ആ വർഷത്തിലെ കറണ്ട് ഇയറിലെ എക്സ്പെൻസുകളെയും ലോസുകളെയും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, ഇൻകംസിനെയും ഗെയിൻസിനെയും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്കൊരു സാധാരണഗതിയിലുള്ള ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് വരും എന്നുള്ള ഒരു ഫോർമാറ്റ് കൂടി ഒന്ന് പരിചയപ്പെടാം. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് മനസ്സിലാവും. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നത് എക്സ്പെൻസുകളും ലോസുകളുമാണ്. നമ്മൾ നോക്കുമ്പോൾ കാണാം സാലറീസ്, ഈ ഓണറേറിയം, റെൻറ്റ് തുടങ്ങിയ എക്സ്പെൻസുകളുണ്ട്. താഴോട്ട് വന്നിട്ട് ലോസുകളിലാണ് അത് അവസാനിക്കുന്നത്. ലോസുകൾ എന്തെങ്കിലുണ്ടെങ്കിൽ അതും എഴുതാം. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്, ഡിപ്രീസിയേഷന്, അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. ഡെബിറ്റ് സൈഡ് അവസാനിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് എല്ലാം സബ്സ്ക്രിപ്ഷൻ,
അതുപോലെ ഡൊണേഷൻസ്, ഹാൾ റെൻറ്റ്, ലോക്കർ റെൻറ്റ്, ഇങ്ങനെയുള്ള അവരുടെ ഇൻകംസ്. പിന്നെ കൂടാതെ എന്തെങ്കിലും പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ ഗെയിനുകൾ ഉണ്ടെങ്കിൽ അവസാനം മിസ്ലേനിയസ് റെസിപ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഇങ്ങനെയുള്ള പ്രോഫിറ്റുകളും ഇതിനകത്ത് എഴുതാറുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എഴുതാറുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളും ലോസുകളും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എഴുതുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ സർപ്ലസ് വരുന്നത്. ഏറ്റവും അവസാനം ഡെബിറ്റ് സൈഡിലുണ്ട്, അതിൻ്റെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് സർപ്ലസ് ആയി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എക്സ്പെൻസ് സൈഡാണ്, ലോസിൻ്റെ സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് സർപ്ലസിൻ്റെ ഓപ്പോസിറ്റാണ്, അതായത് ഡെഫിസിറ്റ് ആയിരിക്കും. അത് ക്രെഡിറ്റ് സൈഡിലാണ്ട് ബാലൻസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റാണ് ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്കൊരു ചോദ്യം, ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. ഇതിനകത്തിലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ്, ഡെബിറ്റ് സൈഡിലുള്ള റെസീറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്കും, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും പോകും. എന്നാൽ എല്ലാം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ സൂചിപ്പിച്ച പോലെ ഓപ്പണിംഗ് ബാലൻസുകൾ ഡെബിറ്റ് സൈഡിലെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ ക്രെഡിറ്റ് സൈഡിലെ ക്ലോസിംഗ് ബാലൻസുകൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അവസാനത്തെ, ഇതൊന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുപോകില്ല. ബാക്കിയുള്ള ഐറ്റംസ് മാത്രം കൊണ്ടുപോയാൽ മതി. അതിനകത്തിൽ എല്ലാം വേണ്ട, ചില ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ട്. ഡെബിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ബാലൻസ് കഴിഞ്ഞിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻ 3 വർഷങ്ങളിൽ തന്നിട്ടുണ്ട്, 2013, 2014, 2015. ക്വസ്റ്റിൻ്റെ മുകളിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 31 ഡിസംബർ 2014. അതുകൊണ്ട് കറണ്ട് ഇയർ 2014 എടുക്കാം. 2013ലെയും 2015ലെ ഐറ്റംസ് പ്രീവിയസ് ഇയറും സക്സീഡിങ് ഇയറുമാണ്, അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് 2014ലെ 2,30,000 രൂപയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആഡ് ചെയ്യണമായിരുന്നു, ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടായി 2,30,000 എടുക്കാം. അടുത്ത ഐറ്റം ഡൊണേഷൻ ഫോർ പവലിയനാണ്. പവലിയൻ പണിയാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഡൊണേഷനാണ്. പർപ്പസ് സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഡൊണേഷൻ ഫോർ പവലിയൻ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പവലിയൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ കാണിക്കണം. ഇവിടെ എടുക്കത്തില്ല. എൻട്രൻസ് ഫീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്, ഇതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ക്യാപിറ്റലായിട്ട് റവന്യൂ ആയിട്ട് എടുക്കാം. ക്വസ്റ്റിനകത്തിൽ പ്രത്യേക നിർദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ ഇൻകമായിട്ട് റവന്യൂ ആയിട്ട് എടുത്തുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് ഫുട് നോട്ട് എഴുതിയാൽ മതിയാവും. എൻട്രൻസ് ഫീസ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം എന്ന്, അല്ലെങ്കിൽ റവന്യൂ ഐറ്റം എന്ന് ഫുട് നോട്ട് എഴുതിയാൽ മതിയാവും. അടുത്ത ഇൻട്രസ്റ്റ്, ലോക്കർ റെൻറ്റ്, ഇത് രണ്ടും റവന്യൂ ഐറ്റംസ് ആണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് ഇൻകം സൈഡിൽ എടുക്കാം. അപ്പോൾ ഇൻകം സൈഡിൽ എടുക്കാവുന്നത് സബ്സ്ക്രിപ്ഷൻ 2014 2,30,000, എൻട്രൻസ് ഫീസ് 25,000, അതിന് ഫുട് നോട്ട് എഴുതണം. ഇൻട്രസ്റ്റ്, ലോക്കർ റെൻറ്റ്, ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ നിന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമുക്കറിയാം റവന്യൂ ഐറ്റമാണ്. അതായത് പ്രത്യേകിച്ച് മറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനും തന്നിട്ടില്ലാത്തതുകൊണ്ട് ആ 36,500 രൂപ തന്നെ എടുക്കാം നമുക്ക്. റെൻ്റ് ആൻഡ് റേറ്റ്സ്, ടെലിഫോൺ ചാർജസ്, വേജസ് ആൻഡ് സാലറീസ്, ഇൻഷുറൻസ് പ്രീമിയം, ഇത്രയും ഐറ്റംസ് റെക്കറിംഗ് ആണ്, ആവർത്തന സ്വഭാവമുള്ളവയാണ്, റവന്യൂ ഐറ്റംസ് ആണ്. ഇതൊക്കെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് എന്നുള്ള 2,20,000 രൂപ, അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, അസറ്റാണ്, അത് ക്യാപിറ്റൽ ഐറ്റമാണ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കാവുന്ന പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ടെലിഫോൺ ചാർജസ്, വേജസ്, ഇൻഷുറൻസ്, ഈ 5 ഐറ്റംസാണ്. ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ റിസൾട്ട് കൂടി നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ, ആൻസർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ എക്സ്പെൻഡിച്ചറുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇൻകംസിനെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ബാലൻസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലായി വന്നത്. അങ്ങനെ സർപ്ലസ് ആണ് നമുക്കുള്ളത് 1,53,400. ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുള്ള
ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡെഫിസിറ്റ് ആയിരുന്നെങ്കിൽ ഡെബിറ്റ് സൈഡ് ആയിരുന്നതിനേയും കൂടുതൽ വരുന്നത് അത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണമായിരുന്നു. ഇത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിനോടൊപ്പം ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ ഇവിടെ സർപ്ലസ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. കോർണർ ഫോർ കൊമേഴ്സിൻ്റെ മൂന്നാമത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.